ഗുരുജി നമസ്കാരം. നമസ്കാരം. ബ്രഹ്മലോകത്ത് ഈ എല്ലാ ദൈവങ്ങളും ഉണ്ട്, ബ്രഹ്മാവിനെ കൂടാതെ തന്നെ വേറെ എല്ലാ ദൈവങ്ങളും ഉണ്ട്. പക്ഷെ എവിടെയും ഈ ഉണ്ടി എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ബ്രഹ്മലോകത്ത് എവിടെയും തന്നെ ഇല്ല. അതെ. പക്ഷെ എല്ലാ അമ്പലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടി ഉണ്ടാവും. അതെ. ബ്രഹ്മലോകത്ത് എന്താണ് അത് വെക്കാത്ത? എന്തെങ്കിലും പ്രത്യേകിച്ച് കാരണങ്ങൾ വല്ലതും ഉണ്ടോ? അതെ. അതോ അവിടെ വെക്കണ്ടെന്ന് പറഞ്ഞിട്ട് തന്നെ കാരണങ്ങളൊന്നും ഇല്ലാണ്ട് തന്നെ വെക്കണ്ട പറഞ്ഞിട്ട് തന്നെ ഉള്ളൊരു തീരുമാനമാണോ? ഇതൊന്നും അറിയാൻ വേണ്ടിയിട്ട്. തീർച്ചയായിട്ടും വളരെ നല്ല ചോദ്യം. കാരണമില്ലാതെ ഒരു കാര്യം ഉണ്ടാകുന്നില്ല. തീർച്ചയായിട്ടും കാരണമുണ്ട്. എനിക്ക് കിട്ടിയ ഉൾവിളിയാണ്, നമ്മൾ ഉൾവിളി എന്ന് പറയത്തില്ലേ, അത് എനിക്ക് ബ്രഹ്മദേവനിൽ നിന്ന് ഞാൻ വളരെ ഒരു ആരാധകനാണ് ദൈവത്തിൻ്റെ. അതിൽ നിന്ന് കിട്ടിയ ഒരു അറിവായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഉണ്ടി വെക്കരുത് ബ്രഹ്മലോകത്ത്. അത് ബ്രഹ്മലോകം മറ്റുള്ള എല്ലാ ക്ഷേത്രങ്ങളിൽ നിന്നും ഔട്ട്സ്റ്റാൻഡിങ് ആയിരിക്കണം, സെപ്പറേറ്റ് വേറെ ഒരു ഐഡന്റിറ്റി ആയിരിക്കണം അതിന്. മനസ്സിലായി. അപ്പൊ അതിന്റെ കാരണം എന്താണെന്ന് കൂടെ എനിക്ക് ഉൾവിളിയിൽ കിട്ടിയതാണ്. ഉണ്ടി വെച്ചാൽ അത് അവിടെ ആൾക്കാരെ കൊണ്ട് പണം, അത് ആൾക്കാരുടെ ഒരു പണ്ട് മുതലേ ശീലിച്ചു വന്ന ഒരു ശീലമാണത്. അത് അമ്പലത്തിൽ പോയാൽ ഹുണ്ടിയിൽ കാശിടണം. ഞാനും ചെയ്തിട്ടുണ്ട്. അതെ അതെ, ഒരു കാലത്ത്. അപ്പൊ ഇങ്ങനെ ഒരു ശീലമായി പോയി. അതിൽ അങ്ങനെ ഹുണ്ടി വെച്ച് കാശ് വന്നു കഴിഞ്ഞാൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ അതിന്ന് കൈയിട്ട് വരാനുള്ള ആ ഒരു വാഞ്ച മനുഷ്യനുണ്ടാവും. അതാണ് നമ്മൾ കണ്ടുവരുന്നത്. അപ്പോൾ യാതൊരു കാരണവശാലും ബ്രഹ്മലോകത്ത് ഹുണ്ടി വെക്കാൻ പാടില്ല എന്ന് എനിക്ക് കിട്ടിയ ഉൾവിളി. അതനുസരിച്ച് തന്നെയാണ് അവിടെ ഹുണ്ടി വെക്കാത്തത്. അതിൻ്റെ മെയിൻ്റനൻസിനൊക്കെ ദൈവം കാശ് തന്നിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും മെയിൻറ്റെയിൻ ചെയ്ത് പോകും. നമ്മൾ ബ്രഹ്മലോകം 2017 സ്ഥാപിച്ചത്. അന്ന് മുതൽ ഇന്ന് വരെ ഒരു പ്രശ്നവുമില്ലാതെ അത് പോവുകയാണ്. ഒരു ഹുണ്ടിയുമില്ല, നമ്മളൊരു നയ പൈസ ആരുടെ നിന്ന് കളക്ട് ചെയ്തിട്ടില്ല, കളക്ട് ചെയ്യുകയുമില്ല. കാര്യം അതിൻ്റെ വരുംപുരാഴികൾ എന്നോട് ദൈവം ആ സമയത്തെ പറഞ്ഞു തന്നിട്ടുണ്ട്, ഹുണ്ടി വെച്ചാൽ എന്താകും എന്നുള്ളത്. അപ്പോൾ അവിടെ ഹുണ്ടി വെച്ചിരുന്നു എന്നും ധരിച്ചോളൂ, തീർച്ചയായിട്ടും തല്ലിപ്പൊളിച്ച് പോയേനും ഇതിനകം ഇത്രയും വർഷം പോലും നിൽക്കില്ല. നമ്മളിപ്പോൾ അത് കണ്ടുവരുന്നതാണ്. നമുക്ക് നമ്മുടെ ശബരിമല തന്നെ എടുക്കാം. ശബരിമല ക്ഷേത്രം ഇപ്പോൾ അങ്ങ് അഴിമതിയിൽ കുളിച്ചു കിടക്കുകയാണ്. അല്ലേ? അവിടുത്തെ സ്വർണ്ണപ്പാളികളെല്ലാം ഇളക്കി സ്വർണ്ണമെല്ലാം മാറ്റിയൊന്നും ആരുടെയാണ്? ദൈവത്തിൻ്റെ. മനുഷ്യൻ പോയി ഹുണ്ടിയിൽ കാശ് വിട്ട് വിശ്വാസം അർപ്പിച്ച് ആരാധിക്കുന്ന ഭഗവാന്റെ സ്വർണ്ണപ്പാളികളൊക്കെയാണ് ഇളക്കി മാറ്റിയിരിക്കുന്നത്. അപ്പോൾ എന്ത് ഭക്തിയാണ് അവിടെ ഉള്ളത്? അതുപോലെ തന്നെ നമ്മൾ ഇത് തിരുപ്പതി എടുത്താലും, ഇപ്പോഴത്തെ രാമക്ഷേത്രം, ശ്രീരാമക്ഷേത്രം എടുത്താലും, ഇതെല്ലാം അയോധ്യ, ഇതെല്ലാം ഇപ്പോൾ ഇതിൽ കുളിച്ചു കിടക്കുകയല്ലേ, ആരോപണങ്ങളിൽ കുളിച്ചു കിടക്കുക. എല്ലാ സംഭവം എന്താണ്? ഹുണ്ടിയിൽ അതായത് വരുന്ന വരുമാനം എടുത്ത് അടിച്ചു മാറ്റുക. ആരാണ് അടിച്ചു മാറ്റുന്നത്? ഇതിലൊരു നയാ പൈസ പോലും ഭക്തന്മാരാരും ചെയ്തിട്ടില്ല, ഇന്ന് വരെ ചരിത്രമാരും കേട്ടിട്ടില്ല. അത് നോക്കി നടക്കുന്ന അതിൻ്റെ കാവൽക്കാരാണ് ഇതെല്ലാം ചെയ്യുന്നത്. അല്ലേ? എന്താണ് കാരണം? കോടികളൊന്നും അറിയുന്നുകൊണ്ടല്ലേ. അല്ലേ? ഇത് നിർത്തണം. ഞാൻ പറയുന്ന ഹുണ്ടി മാറ്റണം. ദൈവത്തിൽ വിശ്വാസം അർപ്പിക്കണം, ഹുണ്ടിയിലല്ല. അതുപോലെ ബ്രഹ്മലോകത്ത് തന്നെ നമ്മൾ പൂജ നടത്തുമ്പോൾ ആദ്യം മുതലേ നമ്മളൊരു സിസ്റ്റം വെച്ചിട്ടുണ്ട്. പൂജാരിമാർ ഒരു നയ പൈസ പോലും മേടിക്കാൻ പാടില്ല, തട്ടത്തിലോ ഒരു നയ പൈസ വാങ്ങാൻ പാടില്ല. ബ്രഹ്മലോകത്തുള്ള മറ്റെല്ലാം അവിടുത്തെ നമുക്ക് പല ഇവരുണ്ട് അവിടുത്തെ നമ്മൾ അന്തേവാസികളെന്ന് അവിടെ ജോലി ചെയ്യുന്ന ഒരാൾക്കാരുണ്ടല്ലോ, അവരോടൊക്കെ പറഞ്ഞിട്ടുണ്ട്, ആര് കൊണ്ടു തന്ന് സംഭാവന കാശ് ചിലവ് 500,000 രൂപ കൊടുക്കും, അവർ മേടിച്ചിട്ടുണ്ട് അറിയാതെ. അതെല്ലാം അവരെ കൊണ്ട് തന്നെ ഞാൻ അവിടെ പൂമാലയോ മേടിച്ച് അർപ്പിച്ചാൽ കളയും. ഞാൻ പറഞ്ഞു, നിങ്ങളത് ഉപയോഗിക്കരുത്. ബ്രഹ്മദത്തൻ്റെ ആവശ്യമില്ല. അവിടെ ജോലി ചെയ്യുന്നവർക്ക് നമ്മൾ കാശ് കൊടുക്കുന്നുണ്ട്. ഞാൻ പറയാൻ. അപ്പോൾ ഹുണ്ടിയോ അങ്ങനത്തെ യാതൊരു സിസ്റ്റമോ, കൈക്കൂലി എന്ന് പറയത്തില്ലേ ഇതിന് ദൈവത്തിന് കൈക്കൂലി കൊടുക്കാണല്ലോ ചെയ്യുന്നത്. ഇതാണല്ലോ ഉദ്ദേശം. നമ്മളൊരു കാര്യം നേടാനായിട്ട് ദൈവത്തിന് ഒരു കൈക്കൂലി കൊടുക്കുക, അതാണിത്. അപ്പൊ ദൈവത്തിന് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതാണ് ബ്രഹ്മലോകത്ത് ഹുണ്ടി. പിന്നെ ഹുണ്ടിയുടെ ഒരു 1-2 ഇത് കൂടെ ഞാൻ പറഞ്ഞു തരാം. നോക്കൂ, ശബരിമല അയ്യപ്പൻ്റെ ഇത് തന്നെ എടുത്തോളൂ. അവിടെ നമുക്ക് ശബരിമല ക്ഷേത്രമെന്ന് പറയുന്നത് തന്നെ, അല്ല ശ്രീ അയ്യപ്പൻ എന്ന് പറയുന്നത് തന്നെ തമിഴ്നാട്ടിലെ പാണ്ഡ്യൻ രാജാക്കന്മാരുടെ സംഭാവനയാണ് നമുക്ക്. കേരളക്കാരുടേതല്ലാതെ. ശരി, കേരളത്തിൻ്റെ അല്ല, അവരുടെ സംഭാവനയാണ്. അതായത് പാണ്ഡ്യ രാജാക്കന്മാർ കേരളത്തിൽ പന്തളത്ത് വന്ന് കൊട്ടാരം സ്ഥാപിച്ച് ആധിപത്യം സ്ഥാപിച്ചു ഒരു സമയത്ത്. അവർക്ക് കാട്ടിൽ നിന്നും കിട്ടിയ കുഞ്ഞാണ് ശ്രീ അയ്യപ്പൻ. അവരെടുത്ത് വളർത്തി, പന്തളം കൊട്ടാരത്തിൽ വളർത്തി.
വലുതാക്കി ദൈവമായി എല്ലാവരും ആരാധിച്ചു വരുന്നു. കോടിക്കണക്കിന് ഭക്തരാണ് ശ്രീ അയ്യപ്പനുള്ളത്. ലോകമെമ്പാടുമുണ്ട്. കേരളത്തിലും തമിഴ്നാട്ടിലും മാത്രമല്ല, ലോകമെമ്പാടും ശ്രീ അയ്യപ്പന് ഭക്തരുണ്ട്. അപ്പം അതിൻ്റെ പിറകിൽ കാരണങ്ങൾ ഉണ്ടാവുമല്ലോ. അതെ അല്ലേ? വേറെ ചുമ്മാതാരും പോയിട്ട്, ഞാനൊരു അതീവ ഭക്തനാണ് അയ്യപ്പൻ്റെ. മറ്റുള്ള എല്ലാ ദൈവങ്ങളെയും പ്രദർശിപ്പിച്ച പോലെ ബ്രഹ്മലോകത്തും ശ്രീ അയ്യപ്പൻ്റെ നല്ല ഐശ്വര്യപൂർണമായ ഇതുണ്ട്, പ്രതിമ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ശ്രീ അയ്യപ്പൻ്റെ വാരിസ്, അതായത് നമ്മൾ പറയത്തില്ലേ അനന്തരാവകാശികൾ, ഇന്ന് ജീവിച്ചിരിക്കുന്നവർ, അവരെ ഒന്ന് തിരിഞ്ഞു നോക്കുകയോ അവർക്ക് വേണ്ടി അല്ലെങ്കിൽ പന്തളം കൊട്ടാരത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുകയോ ഇന്ന് വരെ നമ്മുടെ ജനങ്ങളോ ഭക്തരെന്ന് അഭിമാനിക്കുന്ന ജനങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ ഗവൺമെൻറ്റോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ ബ്രഹ്മലോകം സ്ഥാപിച്ച 2017 സ്ഥാപിച്ചു. പന്തളം കൊട്ടാരത്തിൽ നിന്ന് രാജാവ് ശ്രീ മകംനാൾ കേരളവർമ്മ രാജ അന്ന് മുതൽ ആ 10 ദിവസത്തെ യാഗത്തിനൊക്കെ 2017 വന്ന് സംബന്ധിക്കുകയും അത് തുടർന്ന് എല്ലാ വർഷവും അവിടെ വരികയും ശ്രീ അയ്യപ്പൻ ഉള്ളത് കൊണ്ട് തന്നെയാണ് അവിടെ വരികയും നമുക്ക് വേണ്ടുന്ന എല്ലാ സപ്പോർട്ടും തരികയും ഉണ്ടായി. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം അദ്ദേഹം എന്നെ പന്തളം കൊട്ടാരത്തിലേക്ക് ക്ഷണിക്കുകയാണ്. ഒരു 2-3 വർഷമായി, 2023 അത് എനിക്ക് ഓർമ്മ. ഞാനവിടെ പോയി, ഞങ്ങൾ രണ്ടുപേരും മാത്രം അവിടെ ഇരുന്ന് കാര്യങ്ങളെല്ലാം കണ്ടു. ശ്രീ അയ്യപ്പൻ കുളിച്ച കുളം ഞാൻ പോയി കണ്ടു. എല്ലാം വളരെ വൃത്തികേടായിട്ട് കിടക്കുകയാണ്. അവർക്ക് പന്തളം കൊട്ടാരത്തിനാണെങ്കിൽ കൊട്ടാരം മെയിൻറ്റെയിൻ ചെയ്യാൻ കാശില്ല, അവർക്ക് തന്നെ കാശില്ല. ഞാൻ പറയാം, തുച്ഛം കിട്ടുന്ന എന്തോ ഒരു ഈ പറയത്തില്ല, എന്താണ് അവരുടെ ജോലി ചെയ്തതിൻ്റെ പെൻഷൻ അത് കൊണ്ട് തുച്ഛമായിട്ട് ജീവിക്കുകയാണ്. പക്ഷേ രാജാക്കന്മാരെന്നുള്ള പദവി ഇപ്പോഴും ഉണ്ട്. ഞാൻ പറയാൻ മനസ്സിലായി. അപ്പം ഞാനിത് കണ്ടപ്പോൾ എനിക്ക് സത്യത്തിൽ വളരെ വിഷമം വന്നു, ഈ സിസ്റ്റം എല്ലാം കണ്ടപ്പോൾ. അപ്പം ഞാൻ നമ്മുടെ കേരള ഗവൺമെൻറ്റിനൊരു കത്തെഴുതി. ഞാൻ ആവശ്യമായിട്ട് ഞാൻ ബോധിപ്പിക്കുകയാണ്. ഞാൻ പറഞ്ഞ അവർക്ക് വേണ്ടുന്ന എല്ലാ സംരക്ഷണങ്ങളും കൊടുക്കണം, സാമ്പത്തിക സഹായം ചെയ്യണം. ശ്രീ അയ്യപ്പനാണെങ്കിൽ പ്രതിവർഷം 300-350 കോടി രൂപ കേരളത്തിന് വരുത്തി കൊടുക്കുകയാണ്. അതെ, ഇതിൽ ഞാൻ 15% ചോദിച്ചുള്ളൂ. ഇതിലൊരു 15% പന്തളം കൊട്ടാരത്തിനും അവിടുത്തെ അവർ 10-200 ആൾക്കാരുണ്ട് കൊട്ടാരത്തിൽ ചുറ്റിപ്പറ്റി നിൽക്കുന്ന, അവർക്കെല്ലാം ജീവിതം ഒരു മാന്യമായി ജീവിക്കാനുള്ള ഇത്, അല്ലാതെ അവർക്കൊന്നും അവരെയൊന്നും ഇത് ധനാധിപതികളാക്കാനല്ല നമ്മൾ പറയുന്നത്. കൊട്ടാരം മെയിൻറ്റെയിൻ ചെയ്യണം. ആ കുളം, നമ്മൾ തിരുക്കുളം എന്ന് പറയത്തില്ലേ, അയ്യപ്പൻ കുളിച്ച കുളം, അത് മെയിൻറ്റെയിൻ ചെയ്യണം. ഇതൊക്കെ ഒരു ന്യായമായ ആവശ്യമാണ്. അതെ, ആദ്യം ഒരു മറുപടി ഓട്ടോമാറ്റിക് മറുപടി പോലെയാണ് ഞാൻ അതിനെ കാണുന്നത്. അവർ കിട്ടിയതായിട്ട് ഓട്ടോമാറ്റിക് അല്ല, അത് ഹ്യൂമൻ ടച്ച് ഉണ്ട് അതിൽ. കിട്ടി ഇങ്ങോട്ട് അയച്ചു കൊടുക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് 2023 പിന്നെ അതിനുശേഷം ഞാൻ പല റിമൈൻഡേഴ്സ് കൊടുത്തു, ഒരനക്കവുമില്ല. കാര്യം ഇവർക്ക് അണങ്ങാൻ എവിടെയാണ് നേരം? അവർക്ക് കാശടിച്ച് മാറ്റാനല്ലേ നേരം? അവർക്ക് ശബരിമലയിലുള്ള കാശ് അടിച്ച് മാറ്റുക, അത് ഇവർക്ക് കൊടുത്ത അത്രയും കാശ് അവിടെ അടിച്ചു മാറ്റുന്നതിൽ കുറയത്തില്ലേ? ഇതൊക്കെയാണ് ഞാൻ ഇതും പറഞ്ഞു. അതായത് 2-3 വർഷം മുമ്പ് ഇതുണ്ടായിരുന്നല്ലോ നമ്മുടെ സ്ത്രീ പ്രവേശനം. അവിടെ സ്ത്രീകൾ ശബരിമലയിൽ കയറി, അതിനെതിരായിട്ട് കോടിക്കണക്കിന് ആൾക്കാർ റോഡിൽ ഇറങ്ങി അതിനെതിരായിട്ട്. എന്നാൽ ഇതിൽ ഒരു വ്യക്തിയെങ്കിലും പന്തളം കൊട്ടാരത്തെ പറ്റി സംസാരിക്കുകയോ ഇവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ഉൾക്കുകയോ ചെയ്തിട്ടില്ല. ഇന്നും തിരുവാഭരണം, അതാണല്ലോ അവിടുത്തെ മെയിൻ. അതെ, തിരുവാഭരണം. ആ തിരുവാഭരണം ഇന്ന് പന്തളം കൊട്ടാരത്തിലാണ് ഇരിക്കുന്നത്, വലിയ കോയിക്കൽ കൊട്ടാരം. അവിടെ ഞാനിതെല്ലാം പോയി കണ്ടു, ഇതെല്ലാം നമ്മൾ കണ്ടു. എല്ലാ വർഷവും എല്ലാവർക്കും തിരുവാഭരണം വേണം, ഓക്കെ. പക്ഷെ അതിരിക്കുന്ന സ്ഥലമോ ആ കൊട്ടാരമോ അതിൻ്റെ കാവൽക്കാരാണ് ഇവർ. കൊട്ടാരം നമ്മൾ രാജാക്കന്മാരുടെ തമ്പുരാക്കന്മാരെന്ന് പറയത്തില്ലേ, അവരാണ് അതിൻ്റെ കാവൽക്കാർ. അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുകയോ ഒരു വ്യക്തി, കോടികളിൽ ഒരു വ്യക്തി, ഒരു ഭക്തൻ, ഞാൻ പറഞ്ഞ അവർ കപട ഭക്തരാണെന്ന് ഞാൻ പറഞ്ഞു, ഞാൻ പബ്ലിക്കായിട്ട് പറഞ്ഞു. എനിക്കറിയുന്ന കുറേ ഫ്രണ്ട്സും ഉണ്ട് അതിനകത്ത്. അവർക്ക് എന്നോട് അതിൻ്റെ സാറേ അത് സാറിൻ്റെ തെറ്റിദ്ധാരണയാണ്, ഞങ്ങളാരും കപട ഭക്തരല്ലെന്ന് പറഞ്ഞു. നിങ്ങൾ കപട ഭക്തരല്ലെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ പല കാര്യങ്ങൾ ചെയ്യേണ്ടത് ചെയ്തില്ല? 1-2 സ്ത്രീകൾ ശബരിമലയിൽ പോയെന്ന് പറഞ്ഞപ്പോൾ നിങ്ങളെല്ലാം കൂടെ ഇറങ്ങി ഭയങ്കര ജാഥ, പ്രൊട്ടസ്റ്റ്. നിങ്ങളാരെങ്കിലും ഇത് നോക്കിയിട്ടുണ്ടോ? അത് പറയുമ്പോൾ ഇവിടെ അടച്ചു വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ കൊള്ളയും ഇതൊക്കെ നിർത്തിയിട്ട് ആ ഫണ്ട് സ്വരൂപിച്ച് ജനങ്ങൾക്ക് തന്നെ അതിലൊരു വിഹിതം പന്തളം പാലസിന് കൊടുക്കണം, അവരെ പ്രൊട്ടക്റ്റ് ചെയ്യണം. ഹിസ് ഹൈനസ് എന്നാണ് ഞാൻ എപ്പോഴും
പാലസിലുള്ള ഇവരെ ഞാൻ ഇത് ചെയ്യുക. ഉം. അപ്പം ഞാൻ ഈ ഫ്രണ്ട്സ് വളരെ ഫ്രണ്ട്സായ, ഞാൻ പറഞ്ഞല്ലോ ഉവ്വ്. ഹിസ് ഹൈനസ് മകന്നാൾ കേരള രാജ, ഉവ്വ്. അത് ഹിസ് ഹൈനസ് എന്ന് പറഞ്ഞ ഒരു പ്രസ് കോൺഫറൻസ് തന്നെ ഒരാൾ എന്നോട് ചോദിച്ചു, അങ്ങനെ പറയാൻ പാടുണ്ടോ? വിവരമുള്ള സാറ് വക്കീലാണല്ലോ, എന്നോട് ചോദിക്കുകയാണ്, സാറ് വക്കീലാണല്ലോ, ഇപ്പം ആ പുതമെല്ലാം ഇപ്പം അബോളിഷ് ചെയ്തിരിക്കുകയാണല്ലോ, രാജക്കന്മാരൊന്നും ഇല്ല, ഇപ്പം നമ്മൾ ഇതാണ്. ഞാൻ ഐ വാസ് വണ്ടർസ്ട്രക്ക്. ഞാൻ പറഞ്ഞു, ഹിസ് ഹൈനസ് ഞാൻ അങ്ങേയും വിളിക്കാം, എനിക്ക് അതിലൊരു ബുദ്ധിമുട്ടില്ല എന്ന് പറഞ്ഞു. ഞാൻ ഒരാളെ ബഹുമാനിക്കുന്നവരും ആദരിക്കുന്നവരും എന്താണ് തെറ്റ്? അതെ അല്ലേ? പിന്നെ ഞാൻ വിളിക്കുന്ന ഒരു പ്രത്യേക കാരണം കൂടെ ഉണ്ട്. ഞാൻ അവരെ വിളിക്കുന്നത്, ഞാൻ വണങ്ങുന്ന ശ്രീ അയ്യപ്പൻ്റെ വാരിസാണ് അവർ. അതെ. അവരുടെ ലീനിയേജാണ് അവർ. എന്തുകൊണ്ടാണ്? ശ്രീ അയ്യപ്പൻ്റെ ധനവും കൊണ്ടുവരുന്ന എല്ലാം നമുക്ക് അനുഭവിക്കാം, കേരളക്കാർ അനുഭവിച്ചു വരികയാണ്. ഇതിന് ചെയ്യുന്നതിന് എന്താണ് ഇത്ര എതിർപ്പ്? ഇത് അവർ മാത്രമല്ല, പലരും ചോദിച്ചു ഇത് കേട്ടോ, എന്നോട് പലരും ചോദിച്ചു, സാറേ ഇങ്ങനെ. കാര്യം ഇവർക്ക് ചിലർക്ക് ആദരിക്കുന്നതിലൊരു വലിയ ബുദ്ധിമുട്ട്. യു അണ്ടർസ്റ്റാൻഡ് പോയിന്റ്? കാശ് വേണം, അവരുടെ മകൻ്റെ കാശ് വേണം, പക്ഷെ അവരെ ആദരിക്കാൻ പാടില്ല. ഞാൻ പറയും, ഇതൊക്കെ നമുക്ക് മാറ്റി, മറയൊക്കെ മാറ്റി നമുക്ക്, ഞാൻ പറയുന്നത് ഇതൊക്കെ ഒരു കപട ആക്റ്റാണ്, കപട വിശ്വാസം എന്നാണ് ഞാൻ പറയുന്നത്. ഇതൊക്കെ മാറ്റി നമുക്ക് ശരിയായ വിശ്വാസത്തിലേക്ക് വരിക. ശരി, ശ്രീ അയ്യപ്പനെ വണങ്ങുന്നവരെല്ലാം പന്തളം കൊട്ടാരത്തിനെ അംഗീകരിച്ചിരിക്കണം, ഇല്ലെങ്കിൽ ശ്രീ അയ്യപ്പനില്ല. മനസ്സിലായി. ഞാൻ പറയാൻ മനസ്സിലായി. തിരുവാഭരണം പോലും അവിടെ ആയിരിക്കുന്നത്. അതെ. അവരെ ഒന്ന് ആദരിച്ചുകൂടി, സത്യം, അവർക്ക് വേണ്ടുന്നത് കൊടുത്തുകൂടി. ഇപ്പം ഞാൻ കേരള ഗവൺമെൻറ് ചെയ്യാത്തത് കൊണ്ട് ഞാനിപ്പോൾ തമിഴ്നാട് ഗവൺമെൻറ്റിന് ശ്രീ വിജയ് ദളപതിക്ക് ഞാനിപ്പോൾ കത്തെഴുതിയിട്ട് ഒരു 10-15 ദിവസമായുള്ളെന്ന് തോന്നുന്നു. ഞാൻ മനസ്സിലായി, നോക്കട്ടെ ആരാ എന്താ ചെയ്യുന്നെന്നുള്ളത്. ഇല്ലെങ്കിലും ചെയ്യിക്കാനുള്ള അവർക്ക് എനിക്കറിയാം. ഞാൻ പല കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തിട്ടുമുള്ള ആളാണ്. എൻ്റെ കൂടെ നിൽക്കാൻ ധാരാളം കോടിക്കണക്കിന് ആൾക്കാരോട് ഞാൻ ഇറങ്ങിയാൽ, ഞാൻ പറയാൻ മനസ്സിലായോ, അത് എന്നെ അതിന് വഴിച്ചിഴക്കരുത്. അത് കേരളവും ഇന്ത്യയും കണ്ടതാണ്. ഞാൻ ഇറങ്ങിയാൽ ജനം കൂടുന്നതും എൻ്റെ കൂടെ വരാൻ ആൾക്കാരും കാര്യങ്ങൾ നടക്കുന്നതും ഒക്കെ ജനങ്ങളൊക്കെ കണ്ടതാണ്. പറയും, കാര്യം എനിക്ക് സ്വാർത്ഥ താല്പര്യമില്ല ഇതിനകത്ത്. മനസ്സിലായി. എനിക്ക് അങ്ങനെ ഒരു സ്വാർത്ഥ താല്പര്യവുമില്ല. എനിക്ക് ഞാൻ ആദരിക്കുന്നവരെ, അല്ലെങ്കിൽ എല്ലാവരും ആദരിക്കുന്നു എന്ന് പറയുന്നവരെ ശരിയായ വിധത്തിൽ ആദരിക്കണം. അതെ അതെ, പറഞ്ഞില്ലേ? അപ്പോൾ ഇതാണ് നമ്മൾ ഹുണ്ടിയുടെ കാര്യത്തെ പറ്റി പറയാറുള്ളത്. പിന്നെ ഗുരുജി ക്ഷമിക്കണം ഇടപെടുന്നതിന്. പറഞ്ഞു. ആ തിരുവനന്തപുരം നമ്മുടെ ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രത്തിനെ കുറിച്ചും അങ്ങൊരു കാര്യം പറയുണ്ടായി. അതെ അതെ, അതും കൂടി ഈ വീഡിയോയിൽ പറഞ്ഞ. തീർച്ചയായിട്ടും. അവിടെയും ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം, അവിടുത്തെ ആരോപണങ്ങളെ പറ്റിയൊന്നും എനിക്ക് കാര്യമായിട്ട് വെളിയിലധികം വന്നിട്ടില്ല, എങ്കിലും ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. അവിടെ ഇതുപോലെ തിരുമറി നടത്തിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് എനിക്കുള്ളൊരു പ്രത്യേക കാര്യം അതിനെപ്പറ്റി പറയാനുള്ളത്, ഇത് ഞാൻ ആ സമയത്ത് പറഞ്ഞിരുന്നു. ഈ ശ്രീ അയ്യപ്പൻ്റെ ആൾക്കാർ, കോടിക്കണക്കിന് ആൾക്കാർ വെളിയിൽ വന്നപ്പോൾ ആ സമയത്ത് ഞാനതും പറഞ്ഞിരുന്നു. ഞാൻ പറഞ്ഞു, ഇത്രയും സ്വത്ത് നമുക്കിപ്പം നമ്മൾ പറയത്തില്ലേ, സ്വത്ത് അല്ലെങ്കിൽ ഇത് നമ്മൾ ഭൂമിക്കടിയിൽ കുഴിച്ചിട്ടു, അതിനെ കുറേ ആൾക്കാരെയും വെച്ച് പ്രൊട്ടക്ട് ചെയ്ത് വരിക. വാട്ട് ഈസ് ദ യൂസ്? എന്തെങ്കിലും പ്രയോജനമുണ്ടോ? അതുപോലെ എനിക്ക് തോന്നുന്നത് പല പല രാജ്യങ്ങളുടെ സമ്പദ് സ്ഥിതിയെക്കാട്ടിൽ കൂടുതൽ ഇവിടെ ഉണ്ടെന്നാണ് ഇതുവരെ നമ്മൾ കേട്ടിട്ടുള്ളത്. ഓരോ അറകളിലും ശേഖരിച്ച് വെച്ചിരിക്കുകയാണ്. എന്തിനാണിത്? ഞാൻ ആദരിക്കുന്നതാണ് ശ്രീ പത്മനാഭസ്വാമി. അവിടെ ഞാൻ പോയിട്ടുണ്ട്, തിരുവനന്തപുരത്തെ ആ ടെമ്പിളിൽ ഞാൻ പോയിട്ടുണ്ട്. വളരെ നല്ല ടെമ്പിൾ എല്ലാം കൊണ്ടും. പക്ഷെങ്കിൽ ദൈവത്തിന് വേണോ? അവിടെ ഇരിക്കുന്ന സ്വർണവും ഡയമണ്ടും ഒക്കെ ദൈവത്തിനാണോ ആവശ്യം? മനുഷ്യനില്ലെങ്കിൽ ദൈവമുണ്ട്. ഞാനിതും പറയും, മനുഷ്യനില്ലെങ്കിൽ ദൈവമില്ല. ദൈവത്തിനെ ദൈവമാക്കുന്നത് നമ്മളാണ്. ശരിയല്ലേ? നമ്മൾ ആരാധിക്കുമ്പോഴേ ഒരു പ്രതിമ ദൈവമാകുന്നുള്ളൂ. അപ്പോൾ അവിടെ ഇരിക്കുന്ന അത്രയും സ്വത്ത്, ഞാൻ പറയുന്നത് അത് എടുത്തങ്ങ് ചെലവാക്കാനല്ല ഞാൻ പറയുന്നത്. അത് ഉപയോഗിച്ച് നമുക്ക് ജനങ്ങൾക്ക് ഉപകാരപ്രദമായി ചെയ്യണമെന്നുള്ളതാണ്. നമ്മളിങ്ങനെ സ്വത്തെന്ന് പറയുന്നത് സ്വത്തിനൊരു വിലയുമില്ല. നമ്മൾ ഈ പറയുന്ന ഇതിനൊന്നും യാതൊരു വിലയുമില്ല ഉപയോഗമില്ലെങ്കിൽ. ഉപയോഗം വരുമ്പോഴാണല്ലോ ഇതിന് വിലയുള്ളത്. അല്ലെ ഇതിനെന്ത് വിലയാണുള്ളത്? അല്ലേ? കുറെ കല്ലും കുറെ ചരടും. ചരടെന്ന് ഞാൻ പറയുന്ന ഈ ആഭരണമാല എന്നൊക്കെ പറയുന്നില്ലേ, കുറെ ചരടും. ഇപ്പൊ സ്വർണം തന്നെ, നമുക്ക് സ്വർണ്ണമുണ്ട്, എൻ്റെ കയ്യിൽ 10 കിലോ സ്വർണ്ണം ഉണ്ടെന്ന് വെച്ചോളൂ, വിൽക്കാൻ പറ്റുന്നില്ല, ആർക്കും വേണ്ട. വാട്ട് ഈസ് ദ വാല്യൂ? അതുപോലെയാണ് അമ്പലത്തിൽ ഞാൻ പറയുന്നത്. എൻ്റെ അഭിപ്രായം അന്നും ഇന്നും എന്നും ഇങ്ങനെയാണ്. അത് ഉപയോഗിച്ച് ഗവൺമെൻറ് തന്നെ ഉപയോഗിക്കട്ടെ, ഒരു പ്രശ്നവുമില്ല. ഉപയോഗിച്ചിട്ട് അവരുടെ മേൽനോട്ടത്തിൽ തന്നെ, ഇതിൻ്റെ അമ്പലത്തിൻ്റെ ട്രസ്റ്റീസിൻ്റെ മേൽനോട്ടത്തിൽ തന്നെ അവരുടെ എല്ലാം ഇത് വെച്ചിട്ട് തന്നെ അത് ജനങ്ങൾക്ക് പ്രയോജനപ്രദമായി ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്.
ഇങ്ങനെ കോടിക്കണക്കിന് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് വർഷങ്ങൾ ഒരു അറയിൽ വെച്ചിട്ട് എന്ത് പ്രയോജനം? ക്ലിയർ ആണോ? ക്ലിയർ ആണ്. വളരെ നന്ദി ഗുരുജി. നല്ലത് വരട്ടെ.